ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ സ്കൂൾ ട്യൂഷന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ആൽക്കെയിൻസിനെ എങ്ങനെയൊക്കെ നോമൻക്ലേച്ചർ ചെയ്യാം അല്ലെ. ആൽക്കെയിൻസിൽ ബ്രാഞ്ച് വരുന്നതും ബ്രാഞ്ച് വരാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ മോർ ദാൻ വൺ ബ്രാഞ്ച് വരുന്നതുമായിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ്. അതായത് ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യുന്നത് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് കൃത്യമായി പഠിച്ചവർക്ക് ഈ ക്ലാസ് കുറച്ച് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെ നോമൻക്ലേച്ചർ ചെയ്യാമെന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അൺസാച്ചുറേറ്റഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിൽ ആൽക്കീൻസും ആൽക്കൈൻസുമാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെ. In the nomenclature of hydrocarbons with a double bond, the numbering should be done in such a way that carbon atoms linked by the double bond gets the lowest position. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കീൻസിന്റെ നോമൻക്ലേച്ചർ ആണ്. അപ്പൊ മക്കളെ, നമ്മൾ എങ്ങനെയാണ് ആൽക്കീൻസിനെ നെയിമിംഗ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഇതിനു മുന്നേ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് പഠിച്ചപ്പോൾ അതിൽ ബ്രാഞ്ചസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പറിങ് ചെയ്തു അല്ലെ. അതേപോലെ തന്നെയാണ് ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും നെയിമിംഗ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് നമ്പർ വരേണ്ടത് ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ആയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അതായത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ നമ്മൾ എങ്ങനെയാണോ ബ്രാഞ്ചിന് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്പറിങ് ചെയ്തത്, അതേപോലെ നമ്മൾ ഇവിടെ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ലോവസ്റ്റ് പൊസിഷൻ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പൊ ആൽക്കീന്റെ നോമൻക്ലേച്ചറിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വേർഡ് റൂട്ട് എഴുതുക. അതായത് നമ്പർ ഓഫ് കാർബൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെത്താണോ എത്താണോ പ്രൊപ്പാണോ എന്നുള്ളത് വേർഡ് റൂട്ട് എഴുതുക, ഹൈഫൻ ഇടുക. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക, വീണ്ടും ഹൈഫൻ ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ സഫിക്സ് എഴുതുക. ആൽക്കീൻ എന്ന് പറയുമ്പോൾ സഫിക്സ് ഏതാണ്? ENE ആണ്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് കടക്കാം. കണ്ടോ, ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് CH2 ഡബിൾ ബോണ്ട് CH2 CH3. അപ്പോൾ തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ടിനെ നെയിമിംഗ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പറിങ് ചെയ്യണം അല്ലെ. അപ്പൊ നോക്കിയേ, നമ്പറിങ് ചെയ്യാൻ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് കഴിഞ്ഞു. അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ നമ്പർ ചെയ്യും അല്ലെ. അതേപോലെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഏത് കാർബണിലാണെന്ന് നോക്കണം. നോക്കിയേ, ഇവിടുന്ന് അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴേക്കും ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ദാ ഇവിടെ 1ലാണ് വരുന്നത് ആണോ. ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ, റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ വരുമ്പോൾ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ കാർബൺ നമ്പർ 3ലാണ് വരുന്നത്. അപ്പോ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഡബിൾ ബോണ്ട് 1ാമത്തെ പൊസിഷനിലും റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ ഡബിൾ ബോണ്ട് വരുന്നത് 3ാമത്തെ പൊസിഷനിലുമാണ്. നമ്മൾ ഏത് പൊസിഷൻ എടുക്കും? ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻ എടുക്കും. അപ്പോ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്? ആദ്യം വേർഡ് റൂട്ട് എഴുതുന്നു. ബ്യൂട്ട്, ഇവിടെ 4 കാർബൺ ആണ്. അപ്പൊ ബ്യൂട്ട് എന്നത് വേർഡ് റൂട്ട് എഴുതി. അത് കഴിഞ്ഞ് ഹൈഫൻ ഇട്ടു. അത് കഴിഞ്ഞ് എന്താ എഴുതേണ്ടത്? പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. 1ാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പോ പൊസിഷനും മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ ഹൈഫൻ കഴിഞ്ഞിട്ട് അടുത്ത് എഴുതേണ്ടത് നമ്മുടെ സഫിക്സ് ആയിട്ടുള്ള ENE ആണ്. അപ്പോ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പേര് എന്തായിട്ട് വരും? ബ്യൂട്ട് 1 എന്ന് വരും. ഈ ബ്യൂട്ട് 1 നമുക്ക് എന്തെന്നും വിളിക്കാം? ബ്യൂട്ടീൻ എന്നും ഷോർട്ടായിട്ട് പറയാം. കാരണം ഈ 1 എന്ന നമ്പർ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അവിടെ പ്രശ്നമാവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ 1 ഇട്ടാലും പ്രശ്നമില്ല, ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബ്യൂട്ട് 1 എന്ന് പറയുന്നതും ബ്യൂട്ടീൻ എന്ന് പറയുന്നതും സെയിം ആണ്. ക്ലിയർ ആണോ? അടുത്ത മറ്റൊരു എക്സാമ്പിളോട്ട് കിടക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH3 എന്നതാണ് അടുത്തൊരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യാം. 1 2 3 4 5. അതേപോലെ ഇങ്ങോട്ട് നമ്പർ ചെയ്താൽ 1 2 3 4
5. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കണം. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ നോക്കുമ്പോൾ ഏത് കാർബണിലാണ് വരുന്നത്? മൂന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇങ്ങോട്ടേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ നോക്കുമ്പോഴേക്കും ഡബിൾ ബോണ്ട് വരുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ നമ്മൾ ഏതെടുക്കും? രണ്ടാമത്തെ കാർബൺ അല്ലെ. അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ ഡയറക്ഷൻ നമ്മൾ എടുക്കും അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് നെയിമിംഗ് ചെയ്യുന്നത്? നെയിമിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വേർഡ് റൂട്ട് എഴുതും. ഇവിടെ 5 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ പെന്റ് എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നത്, അപ്പൊ 2 എന്നിട്ടു. അത് കഴിഞ്ഞ് സഫിക്സ് ആയിട്ടുള്ള ENE എന്നിട്ടു. ഓക്കെ അല്ലേ? അപ്പോ സിമ്പിൾ ആണ്. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, ഹൈഫൻ ഇടുക, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഹൈഫൻ ഇടുക, പിന്നെ നമ്മുടെ സഫിക്സ് ആയിട്ടുള്ള ENE ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ആൽക്കെയിൻസിനെ നെയിം ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ആൽക്കൈൻസിനും കൊടുക്കുക. അതായത് ഇപ്പൊ ഡബിൾ ബോണ്ട് വന്ന സ്ഥാനത്ത് എന്ത് വരുമെന്നേ ഉള്ളൂ? ട്രിപ്പിൾ ബോണ്ട് ആവുമെന്നേ ഉള്ളൂ. ബാക്കി റൂൾ എല്ലാം സെയിം ആണ്. അപ്പോ ആൽക്കൈനെ നെയിമിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ റൂൾ എന്താണ്? ആദ്യം വേർഡ് റൂട്ട് എഴുതുന്നു, ഹൈഫൻ ഇടുന്നു, അത് കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നു, വീണ്ടും ഹൈഫൻ ഇടുന്നു. ഇവിടുത്തെ നമ്മുടെ സഫിക്സ് YNE ആണ്. അപ്പോൾ YNEയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പറിംഗ് ചെയ്യുന്നു അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ നമ്പറിംഗ് ചെയ്യുന്നു, അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് നോക്കും? ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കും. ഇങ്ങോട്ടുള്ള പൊസിഷൻ അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് പൊസിഷൻ ആണെങ്കിൽ ഒന്നാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ഇനി തിരിച്ചു നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഏതെടുക്കും? ഒന്നാമത്തെ കാർബൺ എടുക്കും അല്ലെ. ലോവസ്റ്റ് നമ്പർ വരുന്ന ഡയറക്ഷൻ എടുക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വേർഡ് റൂട്ട് എഴുതുന്നു. 4 കാർബൺ ആണ്, അപ്പൊ ബ്യൂട്ട് ആണ് വേർഡ് റൂട്ട്. പിന്നെ ഒന്നാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട്, അപ്പൊ 1 മാർക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ സഫിക്സ് ആയിട്ടുള്ള YNE മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്തായിട്ട് വരും? ബ്യൂട്ട് 1 അയൺ എന്ന് വരും. ഈ ബ്യൂട്ട് 1 അയണിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ ആയിട്ട് ബ്യൂട്ടൈൻ എന്ന് വിളിക്കാം. അതായത് 1 മാർക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. 1 ആയതുകൊണ്ട് മാത്രമാണ്. 2 or 3 ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പൊസിഷൻ മെൻഷൻ ചെയ്തിരിക്കണം. 1 ആണെങ്കിൽ മെൻഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ബ്യൂട്ട് 1 അയൺ എന്ന് പറയുന്നതും ബ്യൂട്ടൈൻ എന്ന് പറയുന്നതും സെയിം കോമ്പൗണ്ട് തന്നെയാണ്. ഇനി അപ്പോ നമ്മളിപ്പോ പഠിച്ച ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും എല്ലാം കൂടെ ചേർത്ത് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ. CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എവിടെയാണ്? 1 2 3. ഈ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പ് എടുത്തു. ഇനി 1 എന്ന് നമ്പർ ഇട്ടു. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 1 ആയതുകൊണ്ട് 1 എന്ന് നമ്പർ ഇട്ടു. സഫിക്സ് ആയിട്ടുള്ള ENE എഴുതി. പ്രൊപ്പ് 1 ഈൻ അഥവാ പ്രൊപ്പീൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി അടുത്ത കോമ്പൗണ്ട് ആണെങ്കിൽ ഏതിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്? 1 2 3 4 5 6 എന്ന് വരുമ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. മൊത്തം 6 കാർബൺ ആറ്റം വരുമ്പോൾ വേർഡ് റൂട്ട് ഹെക്സ് ആണ്. അപ്പോൾ ഹെക്സ് എഴുതി. ഇനി രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. 2 ഇട്ടു. സഫിക്സ് ആയിട്ടുള്ള ENE ഇട്ടു. ഇതിനിടയിലൊക്കെ ഹൈഫൻ ഇടാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നെയിമിംഗ് പോകുന്നത്. അടുത്ത് നോക്കിയേ, ഒരു ആൽക്കൈന്റെ നെയിമിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. മൊത്തം 5 കാർബൺ ആണ് അല്ലെ. ഈ എക്സാമ്പിളാ പറയുന്നത്. മൊത്തം 5 കാർബൺ ആണുള്ളത്. 5 കാർബൺ വരുമ്പോൾ വേർഡ് റൂട്ട് പെന്റ് ആണ്. രണ്ടാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പോ പൊസിഷൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ആയ YNE ആഡ് ചെയ്തു. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നോക്കേണ്ടത് അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5 6 7 അല്ലെ. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ നോക്കുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരിക. മൂന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കും? ആ മൂന്നാമത്തെ പൊസിഷൻ എടുക്കും. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ 4ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്നാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത് അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിലും, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 4ാമത്തെ പൊസിഷനിലുമാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പൊസിഷൻ എടുക്കും. മൊത്തം 7 കാർബൺ ഉണ്ട്. 7 കാർബൺ വരുമ്പോൾ ഹെപ്റ്റ് ആണ് വേർഡ് റൂട്ട്. മൂന്നാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട്.
ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് YNE കൊടുത്തു. സിമ്പിൾ അല്ലേ? അപ്പോൾ ആൽക്കീൻസിന്റെയും ആൽക്കൈൻസിന്റെയും നോമൻക്ലേച്ചർ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ആൽക്കീൻസ്, അതായത് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തന്നെയാണ്. ഈ അൺസാച്ചുറേറ്റഡിന്റെ കൂടെ ബ്രാഞ്ചും കൂടെ വന്നാൽ നെയിമിംഗ് എങ്ങനെയാവുന്നും കൂടെ നോക്കാം. അതായത് എന്തൊക്കെ ചേർന്ന് വരുന്നു? നമ്മൾ ആൽക്കൈൻസ് പഠിച്ചപ്പോഴും ബ്രാഞ്ച് വരുമ്പോൾ ഉള്ള കാറ്റഗറി പഠിച്ചു അല്ലെ? ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് നെയിമിങ്, മോർ ദാൻ വൺ ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് നെയിമിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി. അപ്പൊ അതേപോലെ ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് വന്നാൽ, അതായത് ബ്രാഞ്ച് വന്നാൽ അതിന്റെ നെയിമിങ് എങ്ങനെയാവുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഫസ്റ്റ് എക്സാമ്പിൾ CH3 ഡബിൾ ബോണ്ട് CH3. ഓക്കെ അല്ലേ? അപ്പോ ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഇതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. അതായത് ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഡബിൾ ബോണ്ടിന്റെ കൂടെ എന്തും വന്നിട്ടുണ്ട്? നമ്മൾ ഇതുവരെ കാണാത്ത ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഒരു ബ്രാഞ്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. അപ്പൊ നമുക്ക് നമ്പർ ചെയ്യാം. രണ്ട് ഡയറക്ഷനിൽ നമ്പർ ചെയ്യാം. ഓക്കെ, 1 2 3 4. ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ നമ്പർ ചെയ്തു. അടുത്ത് തിരിച്ച് നമ്പർ ചെയ്താൽ 1 2 3 4. അങ്ങനെ രണ്ട് ഡയറക്ഷനിൽ നമ്പർ ചെയ്തു. അപ്പൊ ഇനി നമ്മൾ എന്ത് നോക്കണം? ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് വരുന്ന നമ്പർ നോക്കണം. പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ആയിരിക്കണം. അതിന് ലോവസ്റ്റ് വരുന്ന രീതിയിലാണ് നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ നോക്കുമ്പോഴാണ് ലോവസ്റ്റ് നമ്പർ 2 വരുന്നത്. ആ 2ൽ തന്നെയാണ് നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നതും 2ൽ തന്നെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതും അല്ലെ? അപ്പോ ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നെയിമിംഗ് ചെയ്യാം, തുടങ്ങാം. അപ്പോ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമുക്കറിയാം 2 ആണ്. രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. അപ്പൊ പൊസിഷൻ ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൈഫൻ ഇടേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആരാണ് ബ്രാഞ്ച്. ഇവിടെ ആരാണ് ബ്രാഞ്ച്? മീഥൈലാണ് അല്ലെ? ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ ബ്രാഞ്ച് മീഥൈലാണ് ബ്രാഞ്ച്. അപ്പോ അത് കഴിഞ്ഞു. അപ്പൊ 2 മീഥൈൽ. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? വേർഡ് റൂട്ട് എഴുതണം അല്ലെ? നമ്മൾ ഇനി അൺസാച്ചുറേറ്റഡിന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം വേർഡ് റൂട്ടാണ് എഴുതുന്നത്. അപ്പോ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. അപ്പൊ 4 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് ബ്യൂട്ട് എന്ന് വരും അല്ലെ? അപ്പൊ ബ്യൂട്ട് എന്ന് എഴുതി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ തന്നെയാണ്. അപ്പൊ അതും മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സഫിക്സ് ആയിട്ടുള്ള ENE മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 2 മീഥൈൽ ബ്യൂട്ട് 2-ene. 2 മീഥൈൽ ബ്യൂട്ട് 2-ene. മനസ്സിലായോ? അപ്പോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടില് ഒരു ബ്രാഞ്ചും കൂടെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എഴുതുമ്പോൾ ആദ്യം ബ്രാഞ്ച് എഴുതണം, ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതണം, എന്നിട്ട് ബ്രാഞ്ച് ഏതാണെന്ന് എഴുതണം, എന്നിട്ട് വേർഡ് റൂട്ട് എഴുതണം, എന്നിട്ട് ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പൊസിഷൻ മാർക്ക് ചെയ്യുക, സഫിക്സ് കൊടുക്കുക. ഇനി നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ ആൽക്കീനിൽ ഒരു ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് പേര് വരുന്നത് നമുക്ക് മനസ്സിലായി അല്ലെ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഹൈഡ്രോ കാർബൺസിന്റെ എല്ലാം നെയിമിംഗ് പഠിച്ചു. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. ഇതിന്റെ മൂന്നിന്റെയും നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇതിൽ ബ്രാഞ്ച് വന്നാൽ എങ്ങനെ നെയിമിംഗ് കൊടുക്കണമെന്നും എല്ലാ കാര്യങ്ങളും ഇതുവരെ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഹൈഡ്രോ കാർബൺസിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കയറി വന്നാൽ എങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് മാറുന്നത് എന്ന് നോക്കാം. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഹൈഡ്രോ കാർബൺസിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയിനിൽ ബ്രാഞ്ച് ആയിട്ട് വന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയായിരുന്നു അല്ലെ? മെത്തോ എത്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാണ് ഇതുവരെ ബ്രാഞ്ച് ആയിട്ട് വന്നത്. എന്നാൽ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ അവരെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൽ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞുതരാം. 1 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, 2 കാർബോക്സിൽ ഗ്രൂപ്പ്, 3 ആൽഡിഹൈഡ് ഗ്രൂപ്പ്, 4 കീറ്റോൺ ഗ്രൂപ്പ്, 5 ഹാലോ ഗ്രൂപ്പ്, 6 ആൽക്കോക്സി ഗ്രൂപ്പ്. അങ്ങനെ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കും എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് പഠിക്കാനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ആണ് അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയാം.
അപ്പൊ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ദ അലിഫാറ്റി ഹൈഡ്രോകാർബൺസ് ഇൻ വിച്ച് OH ഗ്രൂപ്പ്സ് ഈസ് അറ്റാച്ച്ഡ് ആസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ആൽക്കഹോൾസ്. നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ മൊത്തത്തിൽ വിളിക്കുന്നത് ആൽക്കഹോൾ എന്നാണ്. അപ്പോൾ OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നാൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ എന്തെന്ന് വിളിക്കും? ആൽക്കഹോൾസ് എന്ന് വിളിക്കും. According to IUPAC method, the alcohols are named by replacing E in the name of corresponding alcohol with OL. Okay, അതായത് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നാൽ നമ്മൾ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കെയിൻ എന്ന് എഴുതും അല്ലെ. ഈഥെയ്ൻ, മീഥെയ്ൻ, അങ്ങനെ ആൽക്കെയിൻ എന്ന് എഴുതും അല്ലെ. ആ ആൽക്കെയിൻ എന്ന് എഴുതുമ്പോൾ അതിലുള്ള ഇയെ റീപ്ലേസ് ചെയ്തിട്ട് ലാസ്റ്റ് എഴുതുന്ന ഈനെ മാറ്റിയിട്ട് അവിടെ എന്ത് ചേർക്കണം? OL ചേർക്കണം. ആൽക്കഹോൾസ് OH ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നാൽ നമ്മൾ ചേർക്കേണ്ട സഫിക്സ് എന്താണ്? OL എന്ന സഫിക്സ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. അപ്പോ എന്താണ് റൂള് പറഞ്ഞത്? ആൽക്കെയിനിൽ നിന്നും ഈനെ മൈനസ് ചെയ്തിട്ട് അവിടെ OL ചേർക്കുക. അപ്പൊ എന്തായിട്ട് മാറും? അപ്പൊ ആ കോമ്പൗണ്ട് നമുക്ക് എങ്ങനെ വായിക്കാം? ആൽക്കനോൾ എന്ന് വായിക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മീഥെയ്ൻ ആണെന്ന് ഇരിക്കട്ടെ. മീഥെയിന്റെ കൂടെയാണ് OH വരുന്നതെങ്കിൽ അപ്പൊ ആ കോമ്പൗണ്ട് എങ്ങനെ എഴുതും? മീഥെയ്ൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലെ. ഒരു കാർബണും അതിന്റെ കൂടെ OHും വന്നു. ഇതാണ് മീഥെയിന്റെ കൂടെ. അപ്പൊ ഇതെന്താണ്? ഒരു ആൽക്കഹോൾ ആണ് അല്ലെ. ഒരു കാർബൺ ഉണ്ട്, OH ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു ആൽക്കഹോൾ ആണ്. അപ്പൊ നമ്മൾ ഇതിന് എങ്ങനെ പേര് കൊടുക്കും? ഇവിടെ ഒരു കാർബൺ ആണ് വന്നത്, അപ്പൊ നമ്മൾ മീഥെയിൻ എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. പക്ഷെ മീഥെയിനിലുള്ള ഇയെ മൈനസ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് അഡീഷണൽ ആയിട്ട് ചേർക്കും? OL അഡീഷണൽ ആയിട്ട് ചേർക്കും. അപ്പൊ ആ നെയിം എന്തായിട്ട് മാറും? മെത്തനോൾ. കണ്ടോ, മെത്തനോൾ ആയിട്ട് മാറും. അപ്പോ മീഥെയിനിലുള്ള ഈ എഴുതാൻ പാടില്ല, ഈനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ OL ചേർത്ത് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഈ കോമ്പൗണ്ട് എന്തായിട്ട് മാറുന്നു? മെത്തനോൾ ആയിട്ട് മാറുന്നു. ഇനി ഇത്തരം ആൽക്കഹോൾസിൽ OH പല പല പൊസിഷനിലായിട്ട് മാറി വരാം അല്ലെ. ഒന്നാമത്തെ കാർബണിൽ വരാം, രണ്ടാമത്തെ കാർബണിൽ വരാം, മൂന്നാമത്തെ കാർബണിൽ വരാം. അതായത് നമ്മൾ നേരത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നത് പോലെ ഈ OHന്റെയും പൊസിഷൻ മാറി വരാം. അങ്ങനെ പല പല പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ എന്തും കൂടെ അവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും? OHന്റെ പൊസിഷനും കൂടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം ആൽക്കഹോൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യേണ്ടത്? ആദ്യം ആൽക്കെയിനിലുള്ള ഇ മാറ്റിയിട്ട് ആൽക്കെയിൻ എഴുതുക, പക്ഷെ ഇ എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞാൽ ഹൈഫൻ ഇടുക, പിന്നെ OHന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ വീണ്ടും ഹൈഫൻ ഇടുക, അത് കഴിഞ്ഞിട്ട് OL മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. CH3 CH2 ആണിത് കേട്ടോ. ഇത് 2, ഇതും 2. ഓക്കെ, അപ്പൊ CH3 CH2 CH2 OH ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. എങ്ങനെയാ പേര് കൊടുക്കുക? നമുക്ക് ആദ്യം നമ്പർ ചെയ്യേണ്ടി വരും. രണ്ട് ഡയറക്ഷനിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. 1 2 3 എന്നും ഇവിടെ നിങ്ങോട്ട് 1 2 3 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷൻ എടുക്കണം? OH ഗ്രൂപ്പിന് സ്മോളസ്റ്റ് വരുന്ന ഡയറക്ഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ OH ഗ്രൂപ്പ് കിടക്കുന്നത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ്. അപ്പൊ നമ്മൾ എന്താ റൂള് പറഞ്ഞത്? ആദ്യം നമ്മുടെ ആൽക്കെയിൻ എഴുതും അല്ലെ. ആൽക്കെയിൻ എഴുതുമ്പോൾ ഈ എഴുതാൻ പാടില്ല. ഇവിടെ 3 കാർബൺ ആണുള്ളത്. 3 കാർബൺ വരുമ്പോൾ പ്രൊപ്പെയിൻ ആണ് എഴുതേണ്ടത്. പക്ഷെ നമ്മൾ പ്രൊപ്പെയിനിലുള്ള ഈ എഴുതൂല, പ്രൊപ്പാൻ വരെ എഴുതും. പ്രൊപ്പാൻ എന്നാ വായിക്കുക. അപ്പോ പ്രൊപ്പാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഹൈഫൻ ഇടുക. അടുത്ത് എന്താ ചെയ്യേണ്ടത്? OHന്റെ പൊസിഷൻ 1 ആണ്. അപ്പൊ 1 മാർക്ക് ചെയ്തു, വീണ്ടും ഹൈഫൻ ഇട്ടു. ആൽക്കഹോളിൽ നമ്മൾ ഇടേണ്ട സഫിക്സ് എന്താണ്? OL ആണ്. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്താ? പ്രൊപ്പാൻ 1 ഓൾ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. നമുക്കറിയാം, ഒന്നാമത്തെ പൊസിഷൻ ആണെങ്കിൽ ആ പൊസിഷൻ മെൻഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ. അതായത് ഈ പ്രൊപ്പാൻ 1 ഓൾ എന്നോ അഥവാ പ്രൊപ്പനോൾ എന്നോ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം. പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. CH3 CH2 CH2 CH ഇവിടെയാണ് OH വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ചെയ്യും അല്ലെ. ലോവസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്താലാണ് OHന് ലോവസ്റ്റ് വരിക. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലാണ് ഇപ്പോൾ OH കിടക്കുന്നത്. മൊത്തം ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. ഇത് തെറ്റാണ്. മൊത്തം 5 കാർബൺ ഉണ്ട്.
5 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ പെന്റെയിൻ എന്നാണ് വിളിക്കുക അല്ലെ. പക്ഷെ പെന്റെയിന്റെ ഈ എഴുതാൻ പാടില്ല, പെന്റാൻ വരെ എഴുതിയാൽ മതി. ഇനി നമ്മൾ നോക്കുമ്പോൾ പൊസിഷൻ നോക്കുക. എത്രാമത്തെ പൊസിഷനിലാണ് OH കിടക്കുന്നത്? 2ാമത്തെ പൊസിഷനിലാണ് OH കിടക്കുന്നത്. അപ്പോൾ 2 മാർക്ക് ചെയ്തു. ഇനി OL അല്ലെ, OH ആണെങ്കിൽ നമ്മൾ എന്താ സഫിക്സ് കൊടുക്കുന്നത്? OL എന്ന് കൊടുക്കും. അങ്ങനെ ഈ കോമ്പൗണ്ടിന്റെ പേര് പെന്റാൻ 2-ol ആണ്. ഇത് തെറ്റാണ്, ഇവിടെ പ്രൊപ്പാൻ 2-ol എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റാണ്. പെന്റാൻ 2-ol എന്നതാണ് കറക്റ്റ് നെയിം. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് ആൽക്കഹോൾസിനെ നെയിമിംഗ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആൽക്കെയിൻ എഴുതും അല്ലെ, നമ്പർ ഓഫ് കാർബൺസ് എണ്ണി നോക്കിയിട്ട് ആൽക്കെയിൻ എഴുതും. പക്ഷേ ഈ എഴുതാൻ പാടില്ല. ഈനെ റീപ്ലേസ് ചെയ്യുക, ഹൈഫൻ ഇടുക, OHന്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക, വീണ്ടും ഹൈഫൻ ഇടുക, ഇനി സഫിക്സ് ആയ ഓള് മാർക്ക് ചെയ്യുക, OL എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലെ. അപ്പൊ ആൽക്കഹോൾ വന്നാൽ OL ആണ് സഫിക്സ് വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോവാം. അടുത്തത് കാർബോക്സിൽ ഗ്രൂപ്പ്. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH വരുന്നതാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. എന്താണ്? COOH എന്ന് വരുന്നതാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഈ COOH വേറൊരു ഫോമിലും വരാം. എങ്ങനെയാണ്? ഇവിടെ കണ്ടോ, C+OOH എന്ന രീതിയിലും വരാം. അതായത് ഇങ്ങനെയും വരാം, C+OOH ഇങ്ങനെ വരുന്നതും എന്ത് തന്നെയാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ COOH എന്ന് വരാം. 2 രീതിയിലും വരാം. ഈ 2 രീതിയിൽ ഏത് വന്നാലും അതെന്ത് തന്നെയാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ നെയിമിംഗ് ചെയ്യുമ്പോൾ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്താലേ നമുക്ക് നെയിമിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ COOH എന്ന് കണ്ടാലോ അല്ലെങ്കിൽ C+OOH എന്ന് കണ്ടാലോ നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് കാർബോക്സിൽ ഗ്രൂപ്പ് ആണെന്നാണ്. OH കണ്ടാൽ നമ്മൾ അവിടെ എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യും? അത് ആൽക്കഹോൾ ആണ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ നോൺ ആസ് കാർബോക്സിലിക് ആസിഡ്സ്. ഇവരെ നമ്മൾ ഈ COOH വരുന്ന കോമ്പൗണ്ടിനെ മൊത്തത്തിൽ വിളിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ ആ കോമ്പൗണ്ടിനെ മൊത്തത്തിൽ ആൽക്കഹോൾ എന്ന് വിളിച്ചു അല്ലെ. അതേപോലെ കാർബോക്സിൽ ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു? കാർബോക്സിലിക് ആസിഡിലാണ് പെടുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിന് പേര് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെയും നമ്മൾ ആദ്യം ആൽക്കെയിൻ എഴുതും, എന്നാൽ ഈ എഴുതാൻ പാടില്ല. ഈ മൈനസ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഈനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സഫിക്സ് ഓയിക് ആസിഡ് എന്നാണ്. കാരണം കാർബോക്സിലിക് ആസിഡ് അല്ലേ, ആ കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഓയിക് ആസിഡ് എന്നുള്ള സഫിക്സ് ചേർക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ആൽക്കനോയിക് ആസിഡ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം അല്ലെ. അവിടെ ആൽക്കനോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെ വിളിക്കാം? ആൽക്കനോയിക് ആസിഡ് എന്ന് വിളിക്കാം അല്ലെ. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, അതായത് മീഥൈൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് ഈ മൈനസ് ചെയ്ത് കളയുന്നു, എന്ത് ചേർക്കുന്നു? ഓയിക് ആസിഡ് ചേർക്കുന്നു, OIC ഓയിക് ആസിഡ് ചേർക്കുന്നു. അങ്ങനെ ആ പേര് മെത്തനോയിക് ആസിഡ് എന്നാവുന്നു. മെത്തനോയിക് ആസിഡ്. ഇവിടെ പൊസിഷൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് വരുന്ന എക്സാമ്പിളിലെല്ലാം എൻഡിൽ തന്നെയായിരിക്കും COOH വരുന്നത്. അപ്പൊ എൻഡിൽ COOH വന്നാൽ നമുക്കറിയാം പൊസിഷൻ 1 ആണ് അല്ലെ. അപ്പൊ 1 എന്നുള്ളത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ നോക്കിയേ, HCOOH. അപ്പോ ഇവിടെ നമ്മള് കാർബൺ കൗണ്ട് ചെയ്യുമ്പോൾ ഈ COOHന്റെ കാർബണും കൂടെ ചേർത്താണ് കൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ആകെ ഒരേ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ ഒരു കാർബൺ ആണെങ്കിൽ അതെന്താണ്? മീഥൈൻ ആണ് അല്ലെ. അപ്പൊ മീഥൈന്റെ ഈനെ മാറ്റിയിട്ട് നമ്മൾ എന്തെഴുതും? മെത്തനോയിക് ആസിഡ് എന്ന് എഴുതും. കൃത്യമായി ശ്രദ്ധിക്കുക, COOHന്റെ കാർബണും കൂടെ നമ്മൾ ചേർത്താണ് കൗണ്ട് ചെയ്യുന്നത് അല്ലെ. അടുത്ത എക്സാമ്പിൾ നോക്കി, എത്ര കാർബൺ ഉണ്ട്? 1 2 കാർബൺ ഉണ്ട്. അപ്പൊ പേരെന്താവും? എത്തനോയിക് ആസിഡ് എന്നാവും. അടുത്ത നോക്കിയേ, 3 കാർബൺ ഉണ്ട്. അപ്പോ പ്രൊപ്പനോയിക് ആസിഡ്. നെക്സ്റ്റ് 4 കാർബണാറ്റം ഉണ്ട്. 4 കാർബണാറ്റം വന്നാൽ ബ്യൂട്ടനോയിക് ആസിഡ്. അടുത്തതോ 1 2 3 4 5, മൊത്തം 5 കാർബണാറ്റം ഉണ്ട്. അപ്പൊ പേരെങ്ങനെ വരും? പെന്റനോയിക് ആസിഡ്. അപ്പൊ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൗണ്ട് ചെയ്യുന്നു, അതനുസരിച്ച് ആൽക്കെയിന്റെ കൂടെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ് ചേർക്കുന്നു. 6 കാർബൺ ആറ്റം വന്നാൽ ഹെക്സനോയിക് ആസിഡ്, 8 കാർബൺ വന്നാൽ ഒക്ടനോയിക് ആസിഡ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും.
സിമ്പിൾ അല്ലേ? അപ്പോ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാലും കാർബോക്സിൽ ഗ്രൂപ്പ് വന്നാലും എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോവാം. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CHO എന്ന രീതിയിൽ വരുന്നതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് എന്നത് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ? അപ്പോ CHO ഗ്രൂപ്പ് വരുന്നതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. നേരത്തെ കാർബോക്സിലിക് ആസിഡ് രണ്ട് ഫോമിൽ കണ്ടു അല്ലെ? COOH എന്നും വരാം, അല്ലെങ്കിൽ C+OH എന്നും വരാം. അതേപോലെ ഈ ആൽഡിഹൈഡും രണ്ട് രൂപത്തിൽ കാണാം. CHO എന്നും കാണാം, അല്ലെങ്കിൽ C+OH എന്ന രീതിയിലും കാണാം. മാറിപ്പോവരുത്. ഡബിൾ ബോണ്ട് O വരുമ്പം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. C+OOയ്ക്ക് ശേഷം OH ആണ് വരുന്നതെങ്കിൽ അത് തൊട്ട് മുന്നേ പഠിച്ച കാർബോക്സിലിക് ആസിഡ് ആണ്. C+OOയ്ക്ക് ശേഷം H മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മളിപ്പം പഠിക്കുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? CHO ഗ്രൂപ്പ് എന്ന് വായിക്കും. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുന്നത് നോക്കാം. ഇവിടെയും നമ്മൾ സെയിം ആൽക്കെയിൻ എഴുതുന്നു, ഈനെ മാറ്റുന്നു. ഈനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചേർക്കേണ്ട സഫിക്സ് AL ആണ്. ആൽ എന്ന് വായിക്കും അല്ലെ? AL ആണ് നമ്മൾ ഇവിടെ സഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ ആൽഡിഹൈഡിന്റെ പേര് എന്തായി മാറും? ആൽക്കനാൽ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ അടുത്ത എക്സാമ്പിളിലോട്ട് നോക്കാം. നോക്കിയേ, മീഥൈൻ ആണ് വരുന്നതെങ്കിൽ മീഥൈനിലുള്ള ഈനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, AL ചേർക്കുന്നു, മെത്തനാൽ എന്ന് ചേർക്കുന്നു. മെത്തനാൽ എന്ന് നമ്മൾ പേര് കൊടുക്കും അല്ലെ? കൂടുതൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. CH3, CH2, CHO ഇങ്ങനെ വന്നാലോ? നമുക്ക് മനസ്സിലായി CHO ആണ് വന്നത്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. നമ്മൾ തൊട്ടു മുന്നേ കാർബോക്സിലിക് ആസിഡ് എഴുതിയപ്പോ അവിടെ നമ്മൾ കാർബൺ ആറ്റം കൗണ്ട് ചെയ്തപ്പോ ആ COOHന്റെ കാർബൺ ആറ്റം കൂടെ ചേർന്നാണ് കൗണ്ട് ചെയ്തത് അല്ലെ? അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കൗണ്ട് ചെയ്യുമ്പോൾ ഈ CHOന്റെ കാർബൺ ആറ്റവും കൂടെ ചേർത്ത് കൗണ്ട് ചെയ്യണം. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റമാണ്? 3 കാർബൺ ആറ്റമാണ്. 3 കാർബൺ ആറ്റം വന്നാൽ നമുക്കറിയാം പ്രൊപ്പെയിൻ ആണ്. പക്ഷെ നമ്മൾ ഈ എഴുതില്ല, പ്രൊപ്പാൻ വരെ എഴുതും. എന്നിട്ട് എന്തും കൂടെ ചേർക്കും? ALഉം കൂടെ ചേർക്കും. അങ്ങനെ നമ്മുടെ പേര് പ്രൊപ്പനാൽ ആയിട്ട് മാറും. ഇവിടെയും ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നത് എൻഡിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ പൊസിഷൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാർബണിലായിരിക്കും പൊസിഷൻ. അപ്പൊ നമ്മൾ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്രൊപ്പനാൽ. അടുത്ത വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. CH3, CH2, CH2, C+OH കണ്ടോ? ഈ രൂപത്തിലും വരാം. അപ്പോൾ ഈ C+O വരുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കാർബോക്സിലിക് ആസിഡ് ആണോ അതോ ആൽഡിഹൈഡ് ആണോ? ഇനി ഒരു ഡബിൾ ബോണ്ട് ഓയും കൂടെ നമ്മൾ പഠിക്കും കീറ്റോണില്. അപ്പൊ ഈ മൂന്നിടത്താണ് C+O വരുന്നത്. അപ്പൊ ഡബിൾ ബോണ്ട് O കാണുമ്പോൾ ചാടിക്കേറി എഴുതരുത്. അതിന് മുന്നേ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. അത് കാർബോക്സിലിക് ആസിഡ് ആണോ, ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ എന്നൊക്കെ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നെയിമിംഗിലോട്ട് കടക്കാം. എങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്? ഡബിൾ ബോണ്ട് Oക്ക് ശേഷം OH ആണ് വരുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡ്. ഇവിടെ ഡബിൾ ബോണ്ട് Oക്ക് ശേഷം H മാത്രമാണ് വന്നത്, അങ്ങനെയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആണ്. ഡബിൾ ബോണ്ട് Oക്ക് ശേഷം H വന്നാൽ അത് ആൽഡിഹൈഡ് ആണ്. ഇനി നമുക്ക് പേര് നമ്പർ ചെയ്യാം. 1, 2, 3, 4 മൊത്തം 4 കാർബൺ ആണുള്ളത്. 4 കാർബൺ ആണെങ്കിൽ നമ്മൾ ബ്യൂട്ടാൻ വരെ എഴുതും. ഈ എഴുതില്ല, ബ്യൂട്ടാൻ വരെ എഴുതും. സഫിക്സ് എന്താണ്? AL ആണ്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടനാൽ. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാണ് ആൽഡിഹൈഡിന്റെ പേര് കൊടുക്കേണ്ടത്? AL സഫിക്സ് ആയിട്ട് AL ചേർക്കുക. തൊട്ട് മുന്നേ പഠിച്ച കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ സഫിക്സ് ആയിട്ട് ഓയിക് ആസിഡ് ചേർക്കുക. ആദ്യം പഠിച്ച ആൽക്കഹോൾ ആണെങ്കിൽ സഫിക്സ് ആയിട്ട് ഓള് ചേർക്കുക. തിരിഞ്ഞു പോവരുത്, കൃത്യമായി മാർക്ക് ചെയ്ത് പഠിച്ചോളണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിലോട്ട് പോവാം. കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺസ് എന്ന് പറയും. ഈ കീറ്റോ ഗ്രൂപ്പ് വരുന്നവരെ നമ്മൾ കീറ്റോൺസ് എന്നാണ് വിളിക്കുക. അപ്പോ എന്താണ് കീറ്റോൺസ്? കീറ്റോൺസ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് C+O as ഫങ്ഷണൽ ഗ്രൂപ്പ്. C+O വരുന്നവരാണ് കീറ്റോൺസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, C+O വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം. അത് മൂന്നിടത്താണ് ഡബിൾ ബോണ്ട് O വരുന്നത്. കീറ്റോൺസിൽ വരാറുണ്ട്, ആൽഡിഹൈഡിൽ വരാറുണ്ട്, കാർബോക്സിലിക് ആസിഡിൽ വരാറുണ്ട്. അപ്പോൾ ഇവിടെ C+O മാത്രമേ വരുള്ളൂ. HO, OH ഒന്നുമല്ല, C+O മാത്രമേ വരുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ കീറ്റോൺസ് എന്നാ പറയാ, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ എക്സാമ്പിളോട്ട് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് കീറ്റോൺസിന് നെയിമിംഗ് കൊടുക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൽക്കെയിൻ എഴുതുന്നു, ഈനെ റീപ്ലേസ് ചെയ്യുന്നു, പകരം ഇവിടെ ചേർക്കുന്ന സഫിക്സ് ONE.
ഓൺ എന്ന് വായിക്കും. അങ്ങനെ നമ്മുടെ കീറ്റോണിന്റെ പേര് ആൽക്കനോൺ എന്നാവും. ആൽക്കനോൺ എന്നാവും. അപ്പൊ നമുക്ക് എക്സാമ്പിളോട്ട് കിടക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കണ്ടോ, CH3 C ഡബിൾ ബോണ്ട് O CH3. ഈ കോമ്പൗണ്ടിനെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഈ കോമ്പൗണ്ട് ഇങ്ങനെയായിരിക്കും കാണുന്നത്, CH3 C ഡബിൾ ബോണ്ട് O CH3. കണ്ടോ, ഇതിന്റെ പ്രത്യേകത എന്താ? C ഡബിൾ ബോണ്ട് O വന്നു, എന്നാൽ കൂടെ ഉള്ളത് HO OHO ഒന്നുമല്ല, രണ്ട് സൈഡിലും വന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ് അല്ലെ. രണ്ട് സൈഡിലും വന്നത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ കീറ്റോൺ എന്ന് വിളിക്കും അല്ലെ. ഇത്തരം കോമ്പൗണ്ടുകളാണ് കീറ്റോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ 3 കാർബൺ ആറ്റമാണ് വന്നത്. 3 കാർബൺ ആറ്റം വന്നാൽ നമുക്കറിയാം അത് പ്രൊപ്പെയിൻ ആണ്. എന്നാൽ നമ്മൾ എന്ത് എഴുതില്ല? ഇ എഴുതില്ല. പകരം ഇവിടെ ചേർക്കേണ്ട സഫിക്സ് ONE ആണ്. അങ്ങനെ ഇതിനെ പ്രൊപ്പനോൺ എന്ന് വായിക്കും. ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊപ്പനോൺ എന്നാണ്. ഇതിന്റെ IUPAC നെയിം പ്രൊപ്പനോൺ എന്നാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് IUPAC നെയിം പ്രൊപ്പനോൺ ആണ്. പക്ഷേ ഈ കോമ്പൗണ്ടിനെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളണം. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്. ഇതിന്റെ കോമൺ നെയിം അസറ്റോൺ ആണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. ഈ ഒരു കോമ്പൗണ്ടിനെ മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 3 കാർബൺ ആറ്റം വരുന്ന കീറ്റോണിനെ വിളിക്കുന്നത് അസറ്റോൺ എന്നാണ്. ഇതിന്റെ പേരെന്താണ്? അസറ്റോൺ. അപ്പൊ അസറ്റോൺ കണ്ടാൽ മനസ്സിലാക്കണം, അസറ്റോൺ ഏതാണ്? പ്രൊപ്പനോൺ ആണ് അസറ്റോൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മളിവിടെ 3 കാർബൺ ആറ്റം വരുന്നത് വരെ പഠിച്ചു അല്ലെ. മോർ ദാൻ 3 കാർബൺ ആറ്റം വന്നാൽ നമ്മൾ എന്തും കൂടെ മാർക്ക് ചെയ്യണം? പൊസിഷൻ കൂടെ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ആദ്യം ആൽക്കഹോളിൽ പൊസിഷൻ മാർക്ക് ചെയ്തില്ലേ, OHന്റെ പൊസിഷൻ മാർക്ക് ചെയ്തില്ലേ, അതേപോലെ കീറ്റോൺസിലും പൊസിഷൻ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 3 കാർബൺ ആറ്റത്തിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്. നോക്കിക്കേ, ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ നെയിമിംഗ് കീറ്റോൺസ് വിത്ത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ്. ഞാൻ പറഞ്ഞില്ലേ, 3 കാർബൺ ആറ്റത്തിനേക്കാളും കൂടുതൽ വന്നാൽ നമ്മൾ കീറ്റോൺസിനെ പൊസിഷൻ കൂടെ മാർക്ക് ചെയ്യണം. അപ്പൊ അതെങ്ങനെ വരും എന്ന് കാണിച്ചു തരാം. അപ്പൊ അത്തരം ഒരു എക്സാമ്പിളിലോട്ട് കിടക്കാം. നോക്കിയാൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ CH3 CH2 CH2 CO CH3. ഇത് CO എന്ന് ഇങ്ങനെയും തരാം, അല്ലെങ്കിൽ CO എന്ന് കാണിക്കുന്നത് C ഡബിൾ ബോണ്ട് O എന്നായിരിക്കും. C ഡബിൾ ബോണ്ട് O എന്നും വരാം, അല്ലെങ്കിൽ CO എന്ന് ചേർത്തും എഴുതാം. രണ്ട് രീതിയിലും മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മോർ ദാൻ 3 കാർബൺ ആറ്റംസ് ഉള്ളതാണ് അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പൊസിഷൻ ഇടണം. രണ്ട് ഡയറക്ഷനിലും പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 അങ്ങോട്ടും 1 2 3 4 5 ഇങ്ങോട്ടും പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കുക, COക്ക് ലോവസ്റ്റ് പൊസിഷൻ വരുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് CO വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പേര് കൊടുക്കും? മൊത്തം 5 കാർബൺ ആണ്. 5 കാർബൺ ആണെങ്കിൽ പെന്റാൻ അല്ലെ, ഈ എഴുതാൻ പാടില്ല, പെന്റാൻ എന്ന് എഴുതും. എന്നിട്ട് പൊസിഷൻ മാർക്ക് ചെയ്യുന്നു, സഫിക്സ് ആയിട്ട് ONE മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ആൽക്കഹോള് എങ്ങനെയാണോ നെയിമിംഗ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ നെയിമിംഗ് ചെയ്യേണ്ടത്. എന്ത് എഴുതുക? ആൽക്കെയിൻ എഴുതുക. അതിന്റെ ഇ എഴുതാൻ പാടില്ല, ഹൈഫൻ ഇടുക. പൊസിഷൻ എഴുതുക, ഹൈഫൻ ഇടുക. ഇവിടെ സഫിക്സ് ONE ആണ്. അവിടെ OL ആയിരുന്നു സഫിക്സ്, ഇവിടെ ONE ആണ് സഫിക്സ് ആയിട്ട് വരുന്നത്. ഒരു എക്സാമ്പിളും കൂടെ കാണാം. CH3 CH2 CO CH2 CH3 അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തും? നമ്പർ ഇടും. 1 2 3 4 5. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടാലും 1 2 3 4 5. രണ്ട് ഡയറക്ഷനിൽ നോക്കിയാലും മൂന്നാമത്തെ കാർബണിലാണ് കീറ്റോൺ കിടക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തം 5 കാർബൺ ഉണ്ട്. പെന്റാൻ എന്ന് എഴുതി. പൊസിഷൻ 3 ആണ്, ONE ഇട്ടു. പെന്റാൻ 3 ഓൺ. അപ്പോ നമ്മുടെ പ്രൊപ്പനോൺ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. അത് അസറ്റോൺ എന്നാണ് അതിന്റെ കോമൺ നെയിം. പ്രൊപ്പനോണിന്റെ കോമൺ നെയിം എന്താണ്? അസറ്റോൺ. CH3 CO CH3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ കീറ്റോണിന്റെ നോമൻക്ലേച്ചറും കഴിഞ്ഞു. ഇനി അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാലജൻസ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ് ഹാലജൻസ് അല്ലെ. അവരെയാണ് നമ്മൾ ഹാലജൻസ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാ ഹാലജൻസ് ആയിട്ട് വരുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലെ. ഇത്രയും പേരാണ് ഹാലജൻസ് ആയിട്ട് വരുന്നത്. അപ്പോ നമ്മുടെ ഹൈഡ്രോ കാർബണില് ഇവരാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നതെങ്കിൽ, അതായത് ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ആണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരല്ല, ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹാലോ കോമ്പൗണ്ട്സ്. ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഹാലോ ആൽക്കെയിൻസ് എന്നൊക്കെ നമ്മൾ പറയും.
അപ്പൊ എങ്ങനെയാണ് ഹാലോ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോ ദ കോമ്പൗണ്ട്സ് ഫോംഡ് വെൻ വൺ ഓർ മോർ ഹൈഡ്രജൻ ആറ്റംസ് ഇൻ എ ഹൈഡ്രോകാർബൺ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ ഈക്വൽ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ് ആർ കോൾഡ് ഹാലോ കോമ്പൗണ്ട്സ്. ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആരായിരിക്കും? ഹാലോ ഗ്രൂപ്പ്സ് ആയിരിക്കും അല്ലെ, ഹാലജൻസ് ആയിരിക്കും. അവരെ വിളിക്കുന്ന പേരാണ് ഹാലോ കോമ്പൗണ്ട്സ്. There are organic compounds with a functional group as കണ്ടോ, ഫ്ലൂറിൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ IUPAC നെയിം കൊടുക്കുമ്പോൾ ഫ്ലൂറോ എന്നാണ് ചേർക്കേണ്ടത്. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ എന്നും, ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്നും, അയഡിൻ വന്നാൽ അയഡോ എന്നും മാർക്ക് ചെയ്യണം. ഒപ്പം പൊസിഷനും മാർക്ക് ചെയ്യണം. നോക്കാം എങ്ങനെയാണ് നമുക്ക് നെയിമിംഗ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഹാലോ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് പൊസിഷൻ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഹാലോ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ്. അത് കഴിഞ്ഞ് ഹൈഫൻ ഇടുക. അത് കഴിഞ്ഞ് നെയിം ഓഫ് ദ ഹാലോ ഗ്രൂപ്പ്, ഏത് ഹാലജൻ ആണോ വരുന്നത് അതനുസരിച്ച് നെയിമിംഗ് കൊടുക്കണം. തൊട്ട് മുന്നേ കണ്ടതുപോലെ ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ എന്നും, ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്നും, ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്നും, അയഡിൻ വന്നാൽ അയഡോ എന്നും നമ്മൾ ഹാലജൻ ഗ്രൂപ്പിന് പേര് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആൽക്കെയിൻ ഏതാണെന്നുള്ളത് ഫുൾ ആയിട്ട് എഴുതണം. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, CH3 CH2 CH2 Cl. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്പറിങ് കൊടുക്കുന്നു. ക്ലോറിന് ലോവസ്റ്റ് പൊസിഷൻ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ. അപ്പൊ എങ്ങനെയാ നെയിമിംഗ് കൊടുക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ പൊസിഷൻ ആണ് മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ക്ലോറിൻ വന്നതുകൊണ്ട് ക്ലോറോ എന്ന് ചേർക്കുന്നു. 3 കാർബൺ വന്നതുകൊണ്ട് പ്രൊപ്പൈൻ എന്നും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര് 1 ക്ലോറോ പ്രൊപ്പൈൻ എന്നാകുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിളിലോട്ട് കിടക്കാം. കണ്ടോ, ഒന്നല്ല അതിൽ കൂടുതൽ ഹാലജൻ ആറ്റംസ് വരാം അല്ലെ. അപ്പൊ നോക്കിയേ, CH3 CH2 C, 2 ബ്രോമിൻ വരുന്നുണ്ട്, CH3. അത് നമുക്ക് നമ്പറിങ് ചെയ്യാം. 1 2 3 4 ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് ബ്രോമിന് ലോവസ്റ്റ് പൊസിഷൻ വരുന്നത് അല്ലെ. ഇവിടെ നോക്കുമ്പോൾ 2 ബ്രോമിൻ ഉണ്ട്. നമുക്കറിയാം 2 എന്ന് വന്നാൽ നമ്മൾ ഫ്രണ്ടിൽ എന്താ ചേർക്കും, ഡൈ എന്ന് ചേർക്കണം അല്ലെ. 3 എണ്ണം വന്നാൽ ട്രൈ എന്ന് ചേർക്കണം. ഇവിടെ 2 ബ്രോമിൻ ആണ് വന്നിട്ടുള്ളത്. 2 ബ്രോമിൻ വരുമ്പോൾ അതിന്റെ പൊസിഷനും കൂടെ മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ പൊസിഷനിലാണ് 2 ബ്രോമിനും വന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ആൽക്കെയിൻസിൽ പഠിച്ചായിരുന്നു അല്ലെ. ഒരേ പൊസിഷനിൽ 2 ബ്രാഞ്ച് വന്നാൽ നമ്മൾ ആ പൊസിഷൻ 2 തവണ എഴുതണം അല്ലെ. അപ്പൊ രണ്ടാമത്തെ പൊസിഷനിലാണ് ഇവിടെ ബ്രോമിൻ ഉള്ളത്. അപ്പൊ 2 ആ 2 തവണ എഴുതണം. 2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ എന്നതാണ് ഇതിന്റെ പേര്. 2 ഡൈബ്രോമോ ബ്യൂട്ടൈൻ. അപ്പോൾ ഈ രീതിയിലാണ് ഹാലജൻസിന് പേര് കൊടുക്കേണ്ടത്. നോക്കിയേ, കുറച്ച് എക്സാമ്പിളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, CH3 CH, അവിടെ ഒരു ക്ലോറിൻ വരുന്നുണ്ട്. അടുത്ത CHലും ക്ലോറിൻ വരുന്നുണ്ട്, CH3. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്പറിങ് ചെയ്യണം അല്ലെ. നമ്പറിങ് ചെയ്യാം. 1 2 3 4. എവിടെയൊക്കെ ബ്രാഞ്ച് വരുന്നത്, 2ലും 3ലുമാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പൊസിഷൻ എഴുതി 2,3 ഹൈഫൻ ഇട്ടു. 2ഉം ക്ലോറിൻ ആയതുകൊണ്ട് ഡൈക്ലോറോ എന്ന് എഴുതാം. മൊത്തം 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ടൈനും കൂടെ എഴുതാം. അങ്ങനെ 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ എന്നതാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. അടുത്ത നോക്കിക്കേ, രണ്ടാമത്തെ പൊസിഷനിലാണ് ഫ്ലൂറിൻ കിടക്കുന്നത്. അപ്പൊ പേരെങ്ങനെ വരും, 2 ഫ്ലൂറോ പ്രൊപ്പൈൻ എന്നാവും അല്ലെ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ഒന്നാമത്തെ പൊസിഷനിലാണ് അയഡിൻ കിടക്കുന്നത്. മൊത്തം 5 കാർബൺ ഉണ്ട്. അപ്പൊ 1 അയഡോ പെന്റെയിൻ. സിമ്പിൾ അല്ലേ. അപ്പൊ ഈ രീതിയിലാണ് ഹാലോ കോമ്പൗണ്ട്സിന് നെയിമിംഗ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അങ്ങനെ നമ്മൾ 5 ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്, ഫസ്റ്റ് പഠിച്ചത് ആൽക്കഹോൾസ്, സെക്കൻഡ് പഠിച്ചത് കാർബോക്സിലിക് ആസിഡ്, മൂന്നാമത് ആൽഡിഹൈഡ്, പിന്നെ കീറ്റോൺ, ഇപ്പോ ഹാലോ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഹാലോ കോമ്പൗണ്ട്സ്. ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെയാണുള്ളത്, ആൽക്കോക്സി ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് എന്താണ് ആൽക്കോക്സി ഗ്രൂപ്പ്, എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കാം. ഈ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OR ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നവരെയാണ് നമ്മൾ ആൽക്കോക്സി ഗ്രൂപ്പിൽ പെടുത്തുന്നത്. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്, OR എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പിൽ വരുന്നത്. ഇവരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഈതേഴ്സ് എന്നാണ്. നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നവരെ ആൽക്കഹോൾ എന്ന് വിളിച്ചില്ലേ, അതേപോലെ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നവരെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഈതേഴ്സ് എന്നാണ്. ഈതർ. അപ്പോൾ ഈ ഈതറിന്റെ പ്രത്യേകത, O എന്ന് പറയുന്ന ആറ്റത്തിന്റെ 2 സൈഡിലായിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരും. അവിടെ കാർബൺ ചെയിൻസ് വരും. അങ്ങനെ വരുന്നവരെയാണ് നമ്മൾ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ O ലിങ്കേജ് കണ്ടോ, Oന്റെ 2 സൈഡിലും കാർബൺ ആറ്റംസ് വരുന്ന ഈ O ലിങ്കേജിനെ നമ്മൾ ഈതർ ലിങ്കേജ് എന്ന് വിളിക്കുന്നു. ഈതർ ലിങ്കേജ് എന്ന് വിളിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ ഈതേഴ്സിന്റെ നോമൻക്ലേച്ചർ എന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓയുടെ 2 സൈഡിലും ഡിഫറെന്റ് കാർബൺ ആറ്റംസ് വരും. ചിലപ്പോൾ സെയിം കാർബൺ ആറ്റം വരും, ചിലപ്പോൾ ഡിഫറെന്റ് കാർബൺ ആറ്റം വരും.
അപ്പൊ നമ്മൾ ഇതിന് പേര് കൊടുക്കേണ്ടത് ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ജനറൽ ആയിട്ട് നമ്മൾ ഇതിന് പേര് കൊടുക്കുന്നത്. ഈ ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഓയുടെ രണ്ട് സൈഡിലും കാർബൺ ആറ്റംസ് വരും അല്ലെ. അതില് ഷോർട്ടസ്റ്റ് കാർബൺ ആറ്റം ആണ് ആൽക്കോക്സി എന്ന് എഴുതേണ്ടത്, ലോങ്സ്റ്റ് കാർബൺ ആറ്റം ആൽക്കെയിൻ എന്നും എഴുതും. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. CH3O CH2 CH3. അപ്പൊ നമുക്ക് മനസ്സിലായി O എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, അതിന് രണ്ട് സൈഡിലും എന്തുണ്ട്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കണ്ടാലേ മനസ്സിലാക്കുക ഇത് ഈതേഴ്സ് ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഓയുടെ ഈ സൈഡിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നത് നോക്കാം. അപ്പൊ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഏത് സൈഡിലായാലും കുഴപ്പമില്ല, ഒരു സൈഡിൽ ഒരു കാർബൺ ആറ്റവും അടുത്ത സൈഡിൽ രണ്ട് കാർബൺ ആറ്റവും ആണ് ഉള്ളത് അല്ലെ. ഒരു കാർബൺ ആറ്റം വന്നാൽ മെത്തും, രണ്ട് കാർബൺ ആറ്റം വന്നാൽ എത്തുമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ എഴുതേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ്, ആൽക്കോക്സി ആൽക്കെയിൻ. ഈ ആൽക്കോക്സി എന്ന് എഴുതേണ്ടത് ഷോർട്ടസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന ചെയിൻ ആണ് ആൽക്കോക്സി എന്ന് എഴുതേണ്ടത്. ഇവിടെ ഒരു കാർബൺ അല്ലേ ഉള്ളത്, അപ്പൊ ആൽക്കോക്സി എന്നുള്ളത് എങ്ങനെയാവും, മീതോക്സി എന്നാവും. രണ്ട് കാർബൺ വരുന്നതാണ് ലോങ്സ്റ്റ് ചെയിൻ, അതിന്റെ കൂടെ ഈതെയ്ൻ എന്ന് ചേർത്ത് എഴുതുക. അപ്പൊ മീതോക്സി ഈതെയ്ൻ. അപ്പൊ തുടങ്ങേണ്ടത് ഷോർട്ടസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്നതിലാണ് തുടങ്ങേണ്ടത്, ആൽക്കോക്സി ആൽക്കെയിൻ. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, ഇവിടെ O ഇവിടെയാണ് കിടക്കുന്നത്, രണ്ട് സൈഡിലും ഓരോ കാർബൺ ആറ്റം ആയതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടും മെത്താണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ പേര് മീതോക്സി മീഥെയ്ൻ എന്നാവും. അടുത്ത എക്സാമ്പിൾ നോക്കാം. O ഇവിടെയാണ് കിടക്കുന്നത്, ഓയുടെ റൈറ്റ് സൈഡിൽ ഒരു കാർബൺ ആറ്റവും ലെഫ്റ്റ് സൈഡിൽ 3 കാർബൺ ആറ്റവും ആണ് ഉള്ളത് അല്ലെ. അപ്പോ ഓക്സി ആൽക്കോക്സി എന്ന് എഴുതേണ്ടത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റം ആണ്. അപ്പം മീതോക്സി എന്ന് എഴുതുന്നു. ലോങ്സ്റ്റ് കാർബൺ ആറ്റത്തിന് നമ്മൾ പ്രൊപ്പെയിൻ അല്ലെങ്കിൽ ആൽക്കെയിൻ എന്ന രീതിയിൽ എഴുതുന്നു. അങ്ങനെ ഈ കോമ്പൗണ്ടിന്റെ പേര് മീതോക്സി പ്രൊപ്പെയിൻ എന്നാവുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. O ഇവിടെയാണ് കിടക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ രണ്ട് കാർബൺ, ഇവിടെയും രണ്ട് കാർബൺ, അപ്പൊ രണ്ടും എത്തായതുകൊണ്ട് കുഴപ്പമില്ല, ഈതോക്സി ഈതെയ്ൻ. അപ്പൊ ഓക്സിയുടെ കൂടെ ചേർത്ത് എഴുതേണ്ടത് ഷോർട്ടസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റവും ആൽക്കെയിൻ ആയിട്ട് എഴുതേണ്ടത് ലോങ്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം വരുന്ന ചെയിനുമാണ് ആൽക്കെയിൻ ആയിട്ട് എഴുതേണ്ടത്. അങ്ങനെ ജനറലി നമുക്ക് ഇതിനെ എങ്ങനെ വിളിക്കാം, ആൽക്കോക്സി ആൽക്കെയിൻ. ഓക്കെ, അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി പഠിച്ചോളുക. ഇങ്ങനെയാണ് ഈതേഴ്സിന്റെ നോമൻക്ലേച്ചർ വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 6 ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയും നെയിമിംഗ് പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ച 6 ഫങ്ഷണൽ ഗ്രൂപ്പിനെയും ഒറ്റ ടേബിളായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് OH ഗ്രൂപ്പാണ്. OH വരുന്നവരെ നമ്മൾ OH ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ കോമൺ നെയിം അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനെ നമ്മൾ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നു. അടുത്ത് പഠിച്ചത് COOH ആണ്. അവർ കാർബോക്സിൽ ഗ്രൂപ്പാണ്. അവരെ കോമൺ ആയിട്ട് വിളിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ്. അടുത്തത് CHO ഗ്രൂപ്പാണ് പഠിച്ചത്. CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡിക് ഗ്രൂപ്പാണ്. അപ്പൊ ആ കോമ്പൗണ്ടിനെ നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നു. അടുത്ത് പഠിച്ചത് CO ഗ്രൂപ്പാണ്. അതിനെ നമ്മൾ കീറ്റോ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആ കോമ്പൗണ്ടിനെ നമ്മൾ കീറ്റോൺ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് OR വരുന്നത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ആ കോമ്പൗണ്ടിനെ നമ്മൾ ഈഥർ എന്ന് വിളിക്കുന്നു. പിന്നെ പഠിച്ചത് ഹാലജൻസ് വരുന്നതാണ്. അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുന്നവരെ ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ ഗ്രൂപ്പ് എന്നും, ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്നും, ബ്രോമിൻ വന്നാൽ ബ്രോമോ എന്നും, അയഡിൻ വന്നാൽ അയഡോ എന്നുമാണ് നമ്മൾ ആ ഗ്രൂപ്പിനെ വിളിച്ചത്. അപ്പൊ ആ കോമ്പൗണ്ടുകളെ നമ്മൾ കോമൺ ആയിട്ട് ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്, 6 ഫങ്ഷണൽ ഗ്രൂപ്പും അതിനെ എങ്ങനെയൊക്കെ നോമൻക്ലേച്ചർ ചെയ്യാം എന്നതുമാണ് പഠിച്ചത് അല്ലെ. അപ്പൊ കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി ചെയ്ത് പഠിക്കുക. അപ്പൊ കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.